A very good day to all of you. And നമ്മുടെ ഗ്രീൻ വേൾഡിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതായത് ഹസോപ്പ് സ്റ്റഡീസ് എന്താണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഹസോപ്പിനെ കുറിച്ച് പോകുമ്പം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞുതരാം, എങ്ങനെ ഒരു ഹസോപ്പ് ചെയർമാൻ ഒക്കെ ആവാം എന്നുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത് ഹസോപ്പ് എന്താണ് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആൻഡ് ഇല്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇതുപോലെ നിങ്ങൾക്ക് കിട്ടും. ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കാര്യം നമ്മളുടെ വീഡിയോസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ബുധനാഴ്ച ദിവസം മലയാളമുണ്ട്, മറ്റുള്ള ദിവസങ്ങളിൽ തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, ഓരോ ലാംഗ്വേജിലുള്ളത്. അപ്പം നമ്മളുടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസ് മിസ്സും ചെയ്യത്തില്ല. വലുതായിട്ടൊന്നുമില്ല, എല്ലാം 15 മിനിറ്റും 10 മിനിറ്റും ഉള്ളൂ. പക്ഷേ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് നമ്മളിത് ഓരോ വീഡിയോസും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഒന്നുകൂടെ സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദി ബെൽ ബട്ടൺ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. വാട്ട് ഈസ് ഹസോപ്പ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഹസോപ്പ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. സോ ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് ദിസ് ഹസോപ്പ് സ്റ്റാൻഡ്സ് ഫോർ? ഹസോപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? ഹസോപ്പ് എന്ന് പറയുന്നത് ഹസാർഡ് ആൻഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്ന വാക്കിന്റെ ഷോർട്ട് ഫോം ആണ് ഹസോപ്പ് എന്ന് പറയുന്നത്. ഹസാർഡ് ആൻഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി എന്താണ് സംഭവം? അതൊരു സിസ്റ്റമാറ്റിക് ടെക്നിക്കാണ്. എന്തിനാണ്? പ്രോസസ് ഹസാർഡ് അനാലിസിസ്, അല്ലെങ്കിൽ PHA എന്ന് പറയുന്ന ഇതിനകത്തുള്ള ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് വേ ഓഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് സംതിങ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റിസ്ക് അസസ്മെന്റ് നിങ്ങൾ വേണമെങ്കിൽ അതിനെ വിളിച്ചോളൂ. അതിനെയാണ് നമ്മൾ ഹസോപ്പ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി നമ്മൾ ഹസോപ്പ് ചെയ്യുന്നത് ഡിസൈൻ ഫേസിലാണ്. ഈ ഓരോ വലിയ വലിയ പ്രോസസ് പ്ലാന്റുകളും അതും ഇതൊക്കെ സിമ്പിൾ ഒരു എക്സാമ്പിൾ. അത് മാത്രമല്ല, ഒരുപാട് ഒട്ടനവധി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പ്രോസസ് പ്ലാന്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് അസസ്മെന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതാണ് ഹസോപ്പ് എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് ടു ഐഡന്റിഫൈ എനി കൈൻഡ് ഓഫ് ഡീവിയേഷൻസ് ഫ്രം ദ ഇന്റന്റഡ് ഡിസൈൻ. നമ്മളൊരു സാധനം ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്ലാൻ മുമ്പേ വെച്ചുകൊണ്ടാണ്. അതിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ഡീവിയേഷൻസ് സംഭവിക്കുവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് അറിയാൻ നടത്തുന്ന ഒരു തരം പഠനമാണ് ഹസോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സ്റ്റഡി കൂടെ എന്തെങ്കിലും ടൈപ്പ് ഡീവിയേഷൻസ് ഉണ്ട് എങ്കിൽ നമ്മൾ ആ ഡീവിയേഷൻസ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുകയും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എന്തൊക്കെയെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള പ്രോപ്പർ കൺട്രോൾ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ഹസോപ്പ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ലോ ലെവലിലുള്ളതല്ല. എന്തൊക്കെ ഡിസൈൻ ചേഞ്ചസ് വരുത്തണം, ഇല്ലെങ്കിൽ എന്തൊക്കെ അഡീഷണൽ ഇൻസ്ട്രുമെന്റ്സ് ചിലപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും, അതൊക്കെ നമ്മൾ ഈ ഹസോപ്പ് സ്റ്റഡിയിലൂടെയാണ് നമ്മൾ കണ്ടുപിടിച്ച് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതാണ് ഹസോപ്പ്. ഹസോപ്പ് എന്താണ്? അപ്പം ഒന്നുകൂടെ ഹസാർഡ് ആൻഡ് ഓപ്പറബിലിറ്റി സ്റ്റഡി എന്നുള്ളതാണ് ഹസോപ്പ് കൊണ്ടുള്ള ഡെഫിനിഷൻ. ഇനി നമുക്ക് ഹസോപ്പ് നടത്തുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് നോക്കാം. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ഹസോപ്പ്? അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദ മെയിൻ പർപ്പസ് ഓഫ് എ ഹസോപ്പ് ഈസ് ടു ഡിറ്റക്ട് ഓൾ ദ പൊട്ടൻഷ്യൽ ഹസാർഡ്സ് ആൻഡ് any kind of operational issues are there in a given process. അതായത് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഹസാർഡ്സ്, നമ്മളൊരു പ്രോസസ്സ് എടുക്കുന്നു, ആ പ്രോസസ്സിൽ എന്തൊക്കെ ടൈപ്പ് ഹസാർഡ്സ് ആണുള്ളത്, അതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓപ്പറേഷണൽ ഇഷ്യൂസ് ഉണ്ടാവാം എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ഹസോപ്പിന്റെ മെയിൻ പർപ്പസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഓൺലി ജസ്റ്റ് സ്പോട്ടിംഗ് ദ ഹസാർഡ്സ്. നമ്മൾ ഹസാർഡ്സ് സ്പോട്ട് ചെയ്യുക മാത്രമല്ല ഇതിന്റെ ഉദ്ദേശം. ഇതുകൊണ്ട് നമുക്ക് എത്രമാത്രം നമ്മളുടെ എക്സിസ്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ സേഫ്റ്റി ആൻഡ് റിലയബിലിറ്റി, ആ ഓപ്പറേഷൻസിന്റെ കൂടുതൽ ദൃഢപ്പെടുത്താം എന്നുള്ളതും കൂടെ നമ്മൾ ഈ ഹസോപ്പ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന്റെ പർപ്പസ് അതും കൂടെയാണ്. അത് മാത്രമല്ല, ഇത് ഒരു ഓഡിറ്റ് കംപ്ലയൻസ് കൂടെയാണ്. ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓഷ, COMH, അതിന് പറയാം എന്താണെന്നുള്ളത്. ഞാൻ കോമ എന്താണെന്നുള്ളത് ചെറിയ ഡിഫൈൻ ചെയ്ത് തരാം. പിന്നെ ISO 45001 സേഫ്റ്റിയുടെ ISO സർട്ടിഫിക്കേഷൻസ് ആണ്. ഇങ്ങനെയുള്ള റെഗുലേഷൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ഈ പെർട്ടിക്കുലർ ഹസോപ്പ് സ്റ്റഡി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്.
Now, ഇവിടെ ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞു കോമ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും COMH. അത് എന്താണ്? കോമ എന്ന് പറയുന്നത് ഒരു റെഗുലേഷൻ ആണ്, ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ കൺട്രോൾ ഓഫ് മേജർ ആക്സിഡന്റ് ഹസാർഡ്സ്. മേജർ ആക്സിഡന്റ് ഹസാർഡ്സ് എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മെയിൻ പർപ്പസ് എന്താണ്? കോമ റെഗുലേഷൻസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് എനി റിസ്ക് ഓഫ് മേജർ ഇൻസിഡൻസ്. ഏതെങ്കിലും മേജർ ആക്സിഡൻസോ ഇൻസിഡൻസോ ഉണ്ടെങ്കിൽ അതിന്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുക. അത് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എനിത്തിങ് which involves toxic or flammable or any kind of explosive substances കൊണ്ടുള്ള when activities, മെയിൻലി പ്രോസസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോസസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഫ്ലെയിമബിൾ ലിക്വിഡ്സും ടോക്സിക് ഗ്യാസസും എല്ലാം കൂടി കലർന്ന ഒരു മേജർ സംഭവം തന്നെയാണിത്. അപ്പം അതിനകത്തുനിന്ന് ഉണ്ടാവുന്ന റിസ്കുകളൊക്കെ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിന്റെ ഒരു റെഗുലേഷനാണ് ഈ കോമ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, കൺട്രോൾ ഓഫ് മേജർ ആക്സിഡന്റ് ഹസാർഡ്സ്. സോ എന്താണ് ഒന്നുകൂടെ ദ പർപ്പസ് ഓഫ് എ ഹസാർഡ് ഓഡിറ്റ് എന്ന് പറയുന്നത്, ഒരു ഓപ്പറേഷണൽ സംഭവത്തിൽ എന്തൊക്കെ റിസ്കുകൾ വരാം അത് മുമ്പേ ഐഡന്റിഫൈ ചെയ്ത് അതിനുള്ള പ്രോപ്പർ കൺട്രോൾ മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയും, സെവറൽ റെഗുലേഷൻസ്, ഓരോ രാജ്യത്തിനും ഓരോ റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസ് എല്ലാം കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി കൺഫേം ആക്കേണ്ട ഒരു പ്രോസസ്സാണ് ഹസോപ്പ് എന്ന് പറയുന്നത്. അടുത്തതിനകത്ത് നമുക്ക് ഈ ഹസോപ്പിന്റെ പ്രോസസ്സുകൾ 2 സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അടുത്ത സ്ലൈഡ് തൊട്ട്. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഈ സ്ലൈഡിനകത്ത് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പർപ്പസ്, അതായത് സ്റ്റെപ്പ് പാർട്ട് 1 എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്താണ് പാർട്ട് 1? അതായത് ഈ ഹസോപ്പ് ഓഡിറ്റ് പ്രൊസീജിയറിനെ ഞാൻ 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു 6 സ്റ്റെപ്പ്. അതിനകത്ത് ആദ്യത്തെ 3 സ്റ്റെപ്പ് പാർട്ട് 1, അടുത്ത 3 സ്റ്റെപ്പ് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഹസോപ്പ് പ്രോസസ്സിന് ഇങ്ങനെയല്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്തൊക്കെയാണ്? ആദ്യത്തെ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ സ്റ്റെപ്പാണ്. ഏതൊരു ഓഡിറ്റിനും നമ്മുടെ പർപ്പസ് അല്ലെങ്കിൽ ഒരു എയിം അല്ലെങ്കിൽ ഒരു സ്കോപ്പ്, ഒബ്ജക്റ്റീവ് എല്ലാം ഓഡിറ്റിനും, നിങ്ങൾ ഓഡിറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ, ഓഡിറ്റിന്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊരു ഓഡിറ്റിനും വേണ്ടത് ഒന്നാണ് സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്. അപ്പൊ അതേപോലെ ഹസോപ്പിനും ഉണ്ട് ഒരു സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ ഓൾ നെസസറി ഡോക്യുമെന്റ്സ് നമ്മൾ ആദ്യം കളക്ട് ചെയ്യും. നമ്മൾ എവിടെയാണ് ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു ധാരണ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിന്റെ എക്സാമ്പിൾ, ഇപ്പോൾ ഡോക്യുമെന്റേഷൻസിൽ എക്സാമ്പിൾ പറഞ്ഞാൽ പൈപ്പിംഗ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഡയഗ്രാംസ്, അതിനെ വിളിക്കുന്ന പേരാണ് P&IDs. പിന്നീട് പ്രോസസ് ഫ്ലോ ഡയഗ്രാംസ്, PFDs, പിന്നെ റെലവെന്റ് ആയിട്ടുള്ള പ്രോസസ് ഡേറ്റാസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഓഡിറ്റ് ടീമിന് സബ്മിറ്റ് ചെയ്യും. ആ ഓഡിറ്റ് ടീം ഇത് വെച്ചിട്ടുള്ള ഒരു ഒട്ടനവധി, ഞാൻ ചുമ്മാ 2-3 എക്സാമ്പിൾസ്, P&ID ഒക്കെ 1-2-3 എക്സാമ്പിൾസ് മാത്രമാണ് മെയിൻലി നമ്മൾ കളക്ട് ചെയ്യുന്നത്. 1-2 ഡോക്യുമെന്റ്സ് ആണ്. അതേപോലെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവിലും അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്കോപ്പിലും എല്ലാം നമ്മളൊരു ധാരണയിലെത്തും. എന്നിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത്. അതാണ് സ്റ്റെപ്പ് 1 പ്രിപ്പറേഷൻ. ഏതൊരു ഓഡിറ്റിനും ഉണ്ട്. അത് ഹസോപ്പിന് മാത്രമല്ല, നമ്മൾ ഏതൊരു ഓഡിറ്റ്, ഏതൊരു ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിന് മുമ്പും നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ പ്രിപ്പറേഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നോഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയും. ഈ നോഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ ഇറ്റ്സ് എ പ്രോസസ് ആക്ച്വലി ഐഡന്റിഫൈങ് ഓർ വേർ നമ്മുടെ ലോജിക്കൽ സെക്ഷൻസ് എല്ലാം നമ്മൾ ഇൻഡിവിജ്വൽ നോഡായിട്ട് നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്യും. ഇതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ഒക്കെ എന്താണെന്നുള്ളത് ഹസോപ്പിന്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി ഉണ്ട്. ഇതിന് 3-5 ദിവസത്തേക്ക് കോഴ്സുകളുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയും. സോ ഈച്ച് നോഡ് എന്ന് പറയുന്നത് ഒരു പീസ് ഓഫ് എക്യുപ്മെന്റോ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ നമുക്ക് നോഡെന്ന് നമുക്ക് വിളിക്കാം. ഈച്ച് നോഡ് ഒരു ചെറിയൊരു ആക്ടിവിറ്റിയെ നമ്മളൊരു നോഡായിട്ട് സ്പെസിഫൈ ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുക, അതിനെ നമ്മൾ ഡൈസെക്ട് ചെയ്ത് അതിന്റെ ഹസാർഡ്സ് അല്ലെങ്കിൽ റിസ്കുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുന്നതാണ് നെക്സ്റ്റ്. അതിനാണ് നോഡ് ഐഡന്റിഫിക്കേഷൻ. ഓരോ പ്രോസസ്സിനെയും ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഓരോ നോഡായിട്ട് നമ്മൾ തിരിക്കും. അതൊരു ഹസോപ്പിന്റെ ചെയർമാൻ, അവരുടെ ഒരു ടീം തന്നെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇതെന്തിനെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഓഡിറ്റിനെ ഒരു പരിധി വരെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് നോഡ് ഐഡന്റിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഗൈഡ് വേർഡ്സ്. ഹസോപ്പ് മെയിൻലി വർക്ക്സ് ഓൺ ഗൈഡ് വേർഡ്സ്. ഓരോ ആപ്ലിക്കേഷൻസിനും നമുക്ക് ചില ഗൈഡ് വേർഡ്സ് ഹസോപ്പ് തന്നെ തീരുമാനിച്ചു. ഹസോപ്പിന്റെ ആ ഒരു ഇത് തന്നെ ഉണ്ട്. അതിനകത്ത് പറയുന്ന 1-2 വേർഡ്സ് ആണ് മോർ, ലെസ്, നോ, റിവേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗൈഡ് വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അതെന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സ്പെസിഫൈ സർട്ടൺ പ്രോസസ് പാരാമീറ്റേഴ്സ് ലൈക്ക് വാട്ട് യു കോൾ പ്രഷർ, ടെമ്പറേച്ചർ, ഫ്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അതായത് മോർ ടെമ്പറേച്ചർ, ഇപ്പം ഒരു മോട്ടറുണ്ട്. ആ മോട്ടറിന്റെ ടെമ്പറേച്ചർ 100 ഡിഗ്രി, ചുമ്മാ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ 300 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായി. ഇഫ് ദ ടെമ്പറേച്ചർ ഗോസ് മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ്, വാട്ട് ആർ വി സപ്പോസ് ടു ഡു, അല്ല നമ്മൾ എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് ദ മോട്ടോർസ് ടെമ്പറേച്ചർ ഫോൾസ് ബിലോ
-30 അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ പല പല ഡിസ്കഷൻസ് നടത്തി നമ്മൾ അതിനുള്ള ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നുണ്ട് കുറേ കീവേഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അതിൽ കീവേഡ്സിൽ ഒന്നുകൂടെ പറയാം, മോർ ഉണ്ട്, നോ ഉണ്ട്, ലെസ് ഉണ്ട്, റിവേഴ്സ്, ഇങ്ങനെയൊക്കെ ഉള്ളത്. അതിന്റെ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണുള്ളത്? പ്രഷർ, ഫ്ലോ, ടെമ്പറേച്ചർ, ഇതൊക്കെയാണ് നമ്മുടെ പ്രോസസ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ദിസ് വിൽ ആക്ച്വലി ഹെൽപ്പ് us to identify how a particular process can deviate from its design intent. ആദ്യമേ ഞാൻ പറയുന്നത് നമുക്ക് ഇതൊന്ന് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്കൊരു പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. അതിൽ നിന്നും എങ്ങനെ എന്തൊക്കെ ടൈപ്പ് ഡീവിയേഷൻസ് സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്തൂടെ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ലെറ്റ്സ് ഗോ ടു ദി പാർട്ട് 2. എന്താണ് പാർട്ട് 2 എന്ന് പറയുന്നത്? അതിനകത്ത് മൊത്തം 3 കാര്യങ്ങളാണുള്ളത്. ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇതല്ല ഇതിന്റെ യഥാർത്ഥ സ്റ്റെപ്പ്. അങ്ങനെ സ്റ്റെപ്പ് അല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഡിഫൈൻ ചെയ്ത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. സോ പാർട്ട് 2-ൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഡീവിയേഷൻ അനാലിസിസ്. എവിടെയൊക്കെയാണ് ഒരു ഡീവിയേഷൻ സംഭവിക്കാനുള്ള ചാൻസസ്? ഇതൊരു കൈൻഡ് ഓഫ് ആർഗ്യുമെന്റ് ആണ്. അപ്പം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഓരോ ഡീവിയേഷൻസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ വ്യതിചലനം അങ്ങനെ വേണം പറയാം. എവിടെയൊക്കെയാണ് ഇത് വ്യതിചലിക്കുവാനുള്ള ചാൻസസ് ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പോകാനുള്ളത്, വഴിതിരിഞ്ഞ് ഇങ്ങനെ പോകാൻ എന്തൊക്കെ ചാൻസസ് ഉണ്ട് എന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. സോ ഏതൊക്കെ രീതിയിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ് അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ തടസ്സപ്പെടാം, ആ ഓപ്പറേഷൻസിന് എന്തൊക്കെ ചേഞ്ചസ് വരാം എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഡീവിയേഷൻ സംഭവിക്കുമ്പം അവിടെ എന്തൊക്കെ സേഫ് ഗാർഡ്സ്, എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് അവിടെ നിലവിലുണ്ട്, അഡീഷണൽ ആയിട്ട് എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം, ഇതിന്റെ സിവിയറിറ്റി എന്താണ്, ലൈക്ലിഹുഡ് എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഡീവിയേഷൻ അനാലിസിസിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇത് കൂടാതെ റെക്കമെൻഡേഷൻസ്, അടുത്ത പാർട്ട് എന്ന് പറയുന്നത് റെക്കമെൻഡേഷൻസ്. നമ്മുടെ ഈ ഫൈൻഡിങ്സിനെല്ലാം ബേസ് ചെയ്ത് നമ്മൾ പുതിയ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. എന്തിനാണ്? ഈ ഓപ്പറേഷൻസിനെ, അല്ലെങ്കിൽ ഈ നടക്കുന്ന ഓപ്പറേഷൻ സേഫ് ആക്കുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുതിയ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഇതിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് ഹൈ റിസ്ക് ആദ്യമേ അഡ്രസ് ചെയ്യും, അത് കഴിഞ്ഞ് മീഡിയം, അത് കഴിഞ്ഞ് ലോ റിസ്ക്. ഇത് തന്നെ ഡീറ്റെയിൽഡ് റിസ്ക് അസസ്മെന്റ് മെട്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ചുമ്മാ ഒരു ലോ, മീഡിയം, ഹൈ മാത്രമല്ല, ഇതിന് 6x6, 10x10 പോലുള്ള മെട്രിക്സ് ആണ് നമ്മൾ കൂടുതലും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് ഇസ് ഡോക്യുമെന്റേഷൻ. ചുമ്മാ ഇരുന്ന് കുറെ പേര് ചുറ്റുപാട് മേശപ്പുറത്തിരുന്ന് സംസാരിച്ചാൽ മാത്രം പോരാ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക കൂടെ വേണം. അതാണ് ഡോക്യുമെന്റേഷൻ പാർട്ട്. എന്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അതെല്ലാം റെക്കോർഡ് ചെയ്ത് റെക്കമെൻഡേഷൻസും റെസ്പോൺസിബിലിറ്റീസ്, ഇതൊക്കെ ചുമ്മാ കുറെ റെക്കമെൻഡേഷൻസ് പറഞ്ഞാൽ ഇത് ആരാണ് ഇതിന് റെസ്പോൺസിബിൾ പേഴ്സൺ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ റെസ്പോൺസിബിൾ പേഴ്സൺ ഇത് ചെയ്ത് എടുക്കുവാനായിട്ടെങ്കിൽ ഈ കൺട്രോൾ മെഷർ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഓഡിറ്റ് ടീമിന്റെ ഫൈൻഡിങ്സിനകത്ത് ആഡ് ചെയ്യും, ഡിസ്കഷൻസ് ആഡ് ചെയ്യും, കൺട്രോൾ മെഷേഴ്സ് ആഡ് ചെയ്യും, ഐഡന്റിഫൈ ചെയ്ത റിസ്കുകൾ ആഡ് ചെയ്യും, അത് കഴിഞ്ഞ് ഇതിന്റെയൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആരാണ് എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഹസോബ് ഓഡിറ്റ് റിപ്പോർട്ട്, അല്ല ഇതിന്റെ ഫൈനൽ ഡോക്യുമെന്റിനാണ് നമ്മൾ ഹസോബ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ഈ ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ പ്രോസസ് പ്ലാന്റിനെ നമ്മൾ ഫർദർ ആയിട്ട് ഡിസൈൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. സോ ഇതാണ് 6 സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നത്. സോ ഫൈനലി ഒന്നുകൂടെ പറയാം. സോ ഇത്രയും ഓഡിറ്റ് സ്റ്റെപ്പ്. ഇനി നമ്മൾ ഈ സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് വെൻ ടു കണ്ടക്ട് എ ഹസോബ് ഓഡിറ്റ്, എപ്പോഴാണ് ഒരു ഹസോബ് ഓഡിറ്റ് നമുക്ക് നടത്തേണ്ടതായിട്ട് ഉള്ളത്. അതിന് അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വൺ ടൈം ടാസ്ക് അല്ല. സോ നമുക്ക് റെഗുലർ റിക്വയർമെന്റ്, മെയിൻലി നമ്മൾ ഹസോബ് കണ്ടക്ട് ചെയ്യുന്നത് ഡിസൈൻ സ്റ്റേജിൽ, ഡ്യൂറിംഗ് ദ ഡിസൈൻ ഫേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് പ്ലാന്റ്. ആ ഒരു പ്രോസസ് പ്ലാന്റിന്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് കൂടുതലും ഹസോബ് കണ്ടക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല പ്രീ സ്റ്റാർട്ടപ്പ് സ്റ്റേജസ് ഓഫ് എ പെർട്ടിക്കുലർ ഏതെങ്കിലും ഒരു ഷട്ട് ഡൗണിന് ശേഷം നമ്മൾ ഒരു പ്രീ സ്റ്റാർട്ടപ്പ് ഒരു പ്രോസസ്സിനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അപ്പോഴും നമുക്ക് ഹസോബ് കണ്ടക്ട് ചെയ്യാം. മെയിൻലി ഡിസൈൻ സ്റ്റേജ് തൊട്ട് ആൻഡ് എനി മേജർ പ്രോസസ് മോഡിഫിക്കേഷൻ ചെയ്യുന്ന സമയത്തും നമ്മൾ ഹസോബ് ചെയ്യാറുണ്ട്. MOC എന്ന് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ കേട്ട് കാണും, അല്ലെങ്കിൽ എൻ്റെ പേരാണ് മാനേജ്മെന്റ് ഓഫ് ചേഞ്ച്. ഏതെങ്കിലും പ്രധാനപ്പെട്ട ചേഞ്ചസ് പൈപ്പ് ലൈനുകളിലോ പ്രോസസ്സിലോ നമ്മളൊരു പുതിയ എക്യുപ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു മേജർ ഡീവിയേഷൻ അവിടെ സംഭവിക്കുമ്പോഴും നമ്മൾ ഹസോബ് ചെയ്യാറുണ്ട്. സോ I would say HAZOP audit usually periodically ആണ് ഇത് ഷെഡ്യൂൾ ചെയ്യുന്നത്, സച്ച് ആസ് എവറി 5 years. അങ്ങനെ കൂടെ എടുക്കാൻ എല്ലാ 5 വർഷത്തിൽ കൂടുമ്പോഴും നമ്മൾ HAZOP ചെയ്യേണ്ടതുണ്ട്. അഗെയിൻ സ്പെസിഫിക് കൺട്രി റെഗുലേഷൻസ് വെൽ വേരി. സർട്ടൻ വേറെ ചില രാജ്യങ്ങൾ അതിന് വേറെ എന്തെങ്കിലും റെഗുലേഷൻസ് ഇത് കുറഞ്ഞുള്ള, അതായത് 3 വർഷം തിരികെ ചെയ്യണമെന്ന് അങ്ങനെയുള്ള റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അതെല്ലാം നമ്മുടെ പ്രോസസ്സ് എത്രമാത്രം നമുക്ക് അപകടകരമാണ്, എത്രമാത്രം റിസ്കി ഉള്ളതാണെന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ടൈപ്പ് ആക്സിഡൻസോ ഇൻസിഡൻസോ നടന്നിട്ടുണ്ട് എങ്കിൽ അപ്പോഴുകൂടെ നമ്മൾ ഹസോപ്പ് നടത്തുവാനുള്ള ചാൻസസ്
കൂടുതലാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് കണ്ടക്ടിങ് എ ഹസോപ്പ് ഓഡിറ്റ്. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു ഹസോപ്പ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു ഓർഗനൈസേഷന് ഉള്ളത്? സോ ഇറ്റ് കംസ് വിത്ത് സെവറൽ ബെനിഫിറ്റ്സ്. ഐ വുഡ് സേ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് എ സ്ട്രക്ചേർഡ് വേ ടു ഐഡന്റിഫൈ ഹസാർഡ്സ്. ഒരു സ്ട്രക്ചേർഡ് വേ നമുക്ക്, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഹസാർഡ്സ് ഡീറ്റെയിൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നീട് ഈ എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഓപ്പറേഷണൽ ഫ്ലോസ് സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. കാര്യം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോ പ്രോസസ്സിനെയും ഓരോ എക്യുപ്മെന്റ് പോലും നമ്മൾ നോഡായിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പം ഒരു പ്രോസസ്സിനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ തറോ ആയിട്ട് നമ്മൾ എൻറ്റയർ പ്രോസസ് ഓപ്പറേഷൻസിനെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ നമുക്ക് ഇതിനകത്തും കിട്ടും. അപ്പം അത് മാത്രമല്ല, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ എമർജൻസി പ്രിപ്പയർനെസ്, എന്തൊക്കെ ടൈപ്പ് എമർജൻസീസ് വരാൻ ചാൻസ് ഉണ്ട്, ആ എമർജൻസി സമയത്ത് എന്തൊക്കെ ആക്ഷൻസ് എടുക്കണമെന്നുള്ളതും ഇതുകൊണ്ട് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതും ഇതിന്റെ വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ് ആണ്. പിന്നെ അഫ്കോഴ്സ് ആസ് ഐ സെഡ് ഏർലിയർ, എല്ലാ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റെഗുലേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക എന്നുള്ളത് എല്ലാ ഓർഗനൈസേഷൻസിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം അതുകൂടെ ഇതിന്റെ വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ് ആണ്. സോ ദീസ് ആർ ദ കപ്പിൾ ഓഫ് ബെനിഫിറ്റ്സ്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് പ്രോസസ്സിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതെല്ലാം ഐഡന്റിഫൈ ചെയ്യുക. പിന്നീട് ലോക്കൽ ആൻഡ് ഇന്റർനാഷണൽ റെഗുലേഷൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്കിതിന് ചലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ട്. അടുത്ത സ്ലൈഡിൽ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഈ ഹസോപ്പിൽ ഇതിൽ എത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊന്നും കൂടാതെ നമുക്ക് കുറച്ച് ചലഞ്ചസ് ആൻഡ് ലിമിറ്റേഷൻസും നമുക്ക് ഹസോപ്പിലുണ്ട്. ഒന്നെന്ന് പറയുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഹസോപ്പ് is not all about good things, benefits and all. It do have some challenges. എന്താണ് ഒന്നെന്ന് പറയുന്നത്, റിസോഴ്സ് വൈസും ടൈം വൈസും വളരെയധികം കോസ്റ്റ്ലിയാണ്, സമയവും എടുക്കും. ലോട്ട് ഓഫ് മാൻ പവർ ആവശ്യമുള്ള കാര്യമാണ്. ഒരുപാട് മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരും. അത് മാത്രമല്ല, ഹസോപ്പ് ടീം എന്ന് പറയുന്നത് അത്ര ചീപ്പായിട്ടുള്ളൊരു ടീമല്ല, നല്ല കോസ്റ്റ്ലി ആണ്. സേ ഫോർ എക്സാമ്പിൾ $4,000-6,000 ഒക്കെ ചാർജ് ചെയ്യുന്നവരുണ്ട് പെർ ഡേ ഒരു ഹസോപ്പ് കണ്ടക്ട് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹസോപ്പ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ കാശുണ്ടാക്കുന്നത് നല്ലൊരു മാർഗ്ഗമാണ്. അപ്പം അതുകൊണ്ട് പ്രോസസ് ഇൻഡസ്ട്രീസിലൊക്കെ ഇരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഹസോപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുപോലുള്ള ഹസോപ്പ് മീറ്റിംഗ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഭാഗമാവാൻ ശ്രമിക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ഒരു കരിയറിൽ ഒരു ഭാഗമാക്കുവാൻ ഈ ഹസോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ സ്റ്റഡീസ്, ഇൻഫർമേഷൻസ് അല്ല സ്റ്റഡീസ് വളരെയധികം ഉപയോഗം ചെയ്യും. പിന്നീട് സംടൈംസ് നമ്മളെ സ്കോപ്പും ഒബ്ജക്റ്റീവും ഞാൻ ഇതിന്റെ ഡ്രോബാക്കിലേക്ക് പോവുകയാണ് അതിന് വേണ്ടിയിട്ട്. സോ ഒന്നെന്ന് പറഞ്ഞത് ഇതിന്റെ ടീം നല്ല വ്യക്തമായിട്ട് നല്ല മിടുക്കന്മാരായ ഒരു ടീമിന്റെ ഒരു ആവശ്യം ഇതിനകത്തുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹസോപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. നല്ല എക്സ്പീരിയൻസ് ഉള്ള ടീമുകൾ ആവശ്യമുണ്ട്. രണ്ടെന്ന് പറഞ്ഞത് നമ്മുടെ ആ സ്കോപ്പ്, ഹസോപ്പ് കണ്ടക്ട് ചെയ്യേണ്ട സ്കോപ്പ് ക്ലിയർ അല്ല എന്നുണ്ട് എങ്കിൽ ചില സമയം ഓവർ റെക്കമെൻഡഡ് ആക്ഷൻസ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ സ്കോപ്പ് എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പ്രോസസ് പ്ലാനിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചു എന്ന് നമുക്ക് വരത്തില്ല. പിന്നീട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഹസോപ്പ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്ക് ഒട്ടനവധി റെക്കമെൻഡേഷൻസ് വരും. ആ റെക്കമെൻഡേഷൻസ് എല്ലാം പ്രോപ്പർലി ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇംപ്ലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഹസോപ്പ് കണ്ടക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ ഇതാണ് ഹസോപ്പിന്റെ മേജർ ഡ്രോബാക്സ് എന്ന് പറയുന്നത്. ഒന്നൊന്ന് കോസ്റ്റ്ലി ആണ്, സമയമെടുക്കും, നല്ലൊരു ടീമിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് ഈ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ല ഒരു ഹസോപ്പ് കണ്ടക്ട് ചെയ്തിട്ട്. സോ ഫൈനലി എന്തൊക്കെയാണ് ഹസോപ്പ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഹസാർഡ് ഓപ്പറബിലിറ്റി സ്റ്റഡീസ് എന്ന് പറയുന്നത് മെയിൻലി അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഫോക്കസസ് ഓൺ ഐഡന്റിഫൈങ് ആൻഡ് അനലൈസിങ് ദി ഡീവിയേഷൻസ് ഫ്രം എനി ഡിസൈൻ ഇൻറ്റന്റ്. ഒരു പർട്ടിക്കുലർ സാധനത്തിന്റെ ഡീവിയേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന്റെ ഹസാർഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ സ്ട്രക്ചേർഡ് വേ ഓഫ് ഐഡന്റിഫൈങ് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ പ്രോസസ് പ്ലാൻ അറ്റ് ദ ഡിസൈൻ സ്റ്റേജ് ഇറ്റ് സെൽഫ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അൾട്ടിമേറ്റ്ലി ഒരു നല്ല ഹസോപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ഇറ്റ് വിൽ റിഡ്യൂസ് ദ ലൈക്ലിഹുഡ് ഓഫ് ആൻ ഇൻസിഡന്റ് and it will strengthen the overall compliance and safety performance. നല്ലൊരു ഹസോപ്പ് സ്റ്റഡി നടത്തുന്നത് കൊണ്ട് എന്തൊക്കെ ഇഷ്യൂസ് സംഭവിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. അത് വെച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് കൺട്രോൾ മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെ അല്ലെങ്കിൽ അതിന്റെ സേഫ്റ്റി പെർഫോമൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യുവാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ഓൾ. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഹസോപ്പിനെ കുറിച്ച് കൂടുതൽ, അതായത് എങ്ങനെ ഒരു ഹസോപ്പ് ചെയർമാൻ ആവാം എന്നുള്ളതിനൊക്കെ കുറിച്ച് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്ത് നെക്സ്റ്റ് വീക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്കും ഒരു ഹസോപ്പ് ചെയർമാൻ ആവണമെന്നൊരു ആഗ്രഹം വന്നു കാണാം.
അതിനൊക്കെ ക്ലാസ്സുകളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞു തരാം. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഹസോപ്പ്. സ്റ്റേ ട്യൂൺഡ്. ഐ വിൽ കം അപ്പ് വിത്ത് മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അബൌട്ട് ഹസോപ്പ് ചെയർമാനും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തു. ഒന്നുകൂടെ ഞാൻ ഇടാം. എൻ്റെ സ്ക്രിപ്റ്റിംഗ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സ്ലൈഡ് ഉണ്ടാക്കിയതിന് ശേഷം ഞാനത് ഉടനെ തന്നെ നെക്സ്റ്റ് വീക്കിൽ ഞാനത് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. സ്റ്റേ ട്യൂൺഡ്. നേരത്തെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അയക്കുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ടേക്ക് കെയർ. ബൈ.